നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ജ്ഞാനകർമ്മ സന്യാസയോഗം. ഇപ്പോൾ ഭഗവാൻ ബുദ്ധിയോഗത്തെയും ജ്ഞാനയോഗത്തെയും, അതായത് കർമ്മയോഗത്തെയും സാഖ്യയോഗത്തെയും രണ്ടും വിസ്തരിച്ച് 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും പറഞ്ഞു. അപ്പോൾ 4-ാം അധ്യായത്തിൽ തുടക്കത്തിൽ ഭഗവാൻ പറഞ്ഞു, ഈ യോഗം ഞാൻ സൃഷ്ടിയുടെ ആദിയിൽ സൂര്യനും അതുവഴി മനുവിനും, സൂര്യൻ മനുവിനും, മനു ഇക്ഷാകുവിനും, ആദ്യരാജാവായ ഇക്ഷാകുവിനും ഈ യോഗത്തെ ഉപദേശിക്കുകയുണ്ടായി. ആ യോഗം നിലനിന്ന് മറ്റുള്ള രാജർഷികളിലും മറ്റുള്ള സദ്ഗുണപ്രധാനികളിലെല്ലാം ഈ യോഗത്തെ മനസ്സിലാക്കി, അല്ലെങ്കിൽ വർണ്ണാശ്രമങ്ങളിലെല്ലാം ബ്രഹ്മചര്യം, ഗ്രാഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നുള്ള ആശ്രമധർമ്മങ്ങളെല്ലാം നിലനിന്നു. അങ്ങനെ അത് കാലപ്പഴക്കം കൊണ്ട് ഈ ധർമ്മത്തിന് അല്ലെങ്കിൽ ഈ യോഗത്തിന് ച്യുതിയുണ്ടായപ്പോൾ ഞാൻ അതിൻ്റെ പുനഃസൃഷ്ടിക്കായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ നിലനിർത്താനായിക്കൊണ്ട്, വീണ്ടും ഈ മനുഷ്യലോകത്തെ നിലനിർത്താനായിക്കൊണ്ട് മനുഷ്യരൂപത്തെ തൻ്റെ സ്വയം പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് അതിനെ അതിന് സാധാരണ മനുഷ്യർ അതിനെ കീഴ്പ്പെട്ടുകൊണ്ട്, മായയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജനിക്കുന്നു ജനനമെങ്കിൽ, ഭഗവാൻ ഈശ്വരൻ അവതാരങ്ങളെല്ലാം അങ്ങനെ കീഴ്പ്പെട്ടുള്ള അവതാരമല്ല, അല്ലെങ്കിൽ ജന്മമല്ല. അതൊന്നും യാതൊരു നിത്യശുദ്ധമുക്ത സ്വരൂപമായ ആത്മതത്വത്തിൽ നിന്നും, ആത്മാവിൽ നിന്നും, അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്നും ഒരു വ്യത്യാസവുമില്ലാതെ തന്നെ, അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി ഒരു ശരീരത്തെ സ്വീകരിക്കുകയല്ല. ധർമാധർമ്മങ്ങൾക്ക് അനുസരിച്ച്, പുണ്യപാപങ്ങൾക്കനുസരിച്ച് മനുഷ്യർ ജന്മമെടുക്കുന്ന പോലെ ശരീരാദികളെ സ്വീകരിക്കുന്നില്ല. ശരീരാദികൾ ഉണ്ടെന്ന് തോന്നുന്നത് പോലും നമ്മുടെ ഈ അജ്ഞാന ദൃഷ്ടി കൊണ്ടാണ്. ഈശ്വരന് ശരീരാദികളെ കൽപ്പിക്കുന്നത് അജ്ഞാന ദൃഷ്ടിയാണ് എന്നും ഭഗവാൻ പറയുകയുണ്ടായി. അങ്ങനെ ഈ തൻ്റെ ഈ തത്വത്തെ, ഈ അവതാര തത്വത്തെ ആരറിയുന്നുവോ അവർ മരണാനന്തരം തന്നിൽ ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ചിലവർ ഈ ആത്മതത്വത്തെ അറിഞ്ഞുകൊണ്ട്, ഈ ജ്ഞാനതപസ്സുകൊണ്ട് ഇവിടെ തന്നെ ശുദ്ധരായി പരമാത്മതത്വത്തെ പ്രാപിച്ചിട്ടുണ്ട് എന്നും ഭഗവാൻ പറയുകയുണ്ടായി. അങ്ങനെ 10 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ നോക്കിയത്. 2-3 വീഡിയോ, ചെറു വീഡിയോകളായിട്ടാണല്ലോ കൊടുക്കുന്നത്. അതിലൂടെ നമ്മൾ 4-ാം അധ്യായത്തിൽ കണ്ടത്. തുടർന്നുള്ള ശ്ലോകം നോക്കാം. യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. അപ്പോൾ ഇങ്ങനെ ചിലർക്ക് ശരണം പ്രാപിച്ചവർക്ക് മോക്ഷവും അല്ലാത്തവർക്ക് ബന്ധനവും അങ്ങനെ കൊടുക്കുമ്പോൾ ഭഗവാന് പക്ഷപാതമില്ലേ എന്നുള്ളൊരു ചോദ്യമാവാം. ചിലർക്ക് കർമ്മത്തിലൂടെ, ബന്ധനത്തിൽ, പുണ്യപാപങ്ങളിലൂടെ അങ്ങനെ പോകുന്നു. ചിലർ മോക്ഷത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഭഗവാൻ സൃഷ്ടിയിൽ ഇതിലൊരു പക്ഷപാതം ഭഗവാനില്ലേ എന്ന് ഭഗവാനോട് സംശയിക്കേണ്ട, അങ്ങനെ ഒരു സംശയം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ശ്ലോകം പറയണം. പാർത്ഥ, യേ യഥാ മാം പ്രപദ്യന്തേ, ഏവരാണോ എപ്രകാരമാണോ മാം പ്രപദ്യന്തേ എന്നെ അറിയുന്നുവോ, അല്ലെങ്കിൽ ഏത് ഫലത്തിനായി ഭജിക്കുന്നുവോ, ഏത് ഫലത്തിനായിട്ട് എന്നെ കാണുന്നുവോ, തഥാ ഏവ അഹം താൻ ഭജാമി, അപ്രകാരം തന്നെ ഞാൻ അവരെ ഫലത്തിൽ കൊടുത്തുകൊണ്ട് അനുസരിച്ച് നിൽക്കുന്നു. അല്ലാതെ ഭഗവാനല്ല അതിനിതാവുന്നത്. നാം എങ്ങനെ സ്വീകരിക്കുന്നുവോ അതിനനുസരിച്ച് ഫലം കിട്ടുന്നു. ഈശ്വരൻ ഇപ്പോൾ ദേവന്മാരോടൊക്കെ ഫലങ്ങൾക്കായി കാക്ഷിക്കുകയാണെങ്കിലും, ഈശ്വരനോട് മുക്തിക്കായിട്ട്, അല്ലെങ്കിൽ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്ത് ചിത്തശുദ്ധിക്കായിട്ടും, അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിലൂടെ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിലും, അങ്ങനെ ഏതിലെയാണ് നമ്മളെ ജനങ്ങൾ ഏതിനെ ഇച്ഛിച്ചുകൊണ്ട് ഭഗവാനെ സമീപിക്കുന്നുവോ അതിനനുസരിച്ച് ഫലങ്ങളെ നമുക്ക് നൽകപ്പെടുന്നു, അല്ലെങ്കിൽ അനുസരിച്ച് നിൽക്കുന്നു എന്നാണ്. മനുഷ്യാഃ സർവശഃ മമ പത്മ അനുവർത്തന്തേ, എല്ലാ വിധത്തിലും എൻ്റെ മാർഗത്തെ തന്നെയാണ് അനുസരിക്കുന്നത്. അവിടെ ഏത് വഴിയിൽ പോവുകയാണെങ്കിലും ഭഗവാന്റെ ആ വിധിയെ തന്നെയാണ് അനുസരിച്ച് നിൽക്കുന്നത്. അല്ലാതെ ഈശ്വരൻ നിന്ന് വിട്ടുകൊണ്ട് ഇവിടെ യാതൊന്നും നടക്കുന്നില്ല. എന്ത് വേണമെന്നുള്ളത് അവരവർ സ്വീകരിക്കുന്നത് പോലെയാണ്. അപ്പോൾ അതുപോലെ വിഷയങ്ങളുടെ സുഖങ്ങളാണ്, അല്ല വിഷയങ്ങളുടെ ലാഭ ഇച്ഛകളാണ്
എങ്കിൽ അതങ്ങനെ. മുമുക്ഷത്വമാണ് മോക്ഷ ഇച്ഛയാണെങ്കിൽ അതങ്ങനെ. രണ്ടും കൂടി ഒന്നിച്ചു നിൽക്കില്ല. അത് നമ്മൾ കണ്ടാണ്. വിഷയരാമനായും ആത്മാരാമനായും നിലനിൽക്കാൻ സാധ്യമല്ല എന്നുള്ളത് കണ്ടാണ്. രണ്ട് തോണിയിൽ കാലിട്ട് തുഴയാൻ സാധ്യമല്ല എന്ന് കണ്ടതാണ്. ഏതിനായി ചെയ്യുന്നുവോ അതുപോലെ ഇവിടെ അത് നടക്കുന്നു. പ്രകൃത്യ അത് അതിൻ്റെ ഫലങ്ങളെല്ലാം ലഭിക്കുന്നു. അപ്പോൾ ഭഗവാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നത് ചെയ്താൽ ഇന്നതാണെന്നുള്ളത്. സ്വീകരിക്കേണ്ടവർ നമ്മളാണ്. എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. എന്ത് വേണം, എന്താണ് നമ്മുടെ താല്പര്യം, അതുപോലെയാണ്. അപ്പം അവിടെ എല്ലാവരും സർവശഃ മനുഷ്യ സർവശ മമപത്മ അനുവർത്തൻ്റെ, എൻ്റെ മാർഗത്തെ തന്നെയാണ് അനുസരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിശ്ചയിച്ച പോലെ തന്നെയാണ് അവരതിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ മനുഷ്യരാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലാണ്ട് ഭഗവാനൊന്നും തീരുമാനിക്കുന്നില്ല അവിടെ എന്നാണ് പറയുന്നത്. പക്ഷെ ഭഗവത് ഇച്ഛയിലാണ്, ഭഗവാന്റെ മാർഗത്തെ തന്നെയാണ് എല്ലാവരും അനുസരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നാം, എന്തുകൊണ്ടാണ് എന്നാൽ ഈ കർമ്മങ്ങളുടെ ഈ ദേവാദികളെ ഈ കർമ്മഫലത്തിനായി ഇച്ഛിക്കുന്നത് അല്ലെങ്കിൽ പൂജിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഹ ക്ഷിപ്രം ഹിമാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാഹ. അപ്പം അങ്ങനെ നേരിട്ട് ഭജിക്കാതെ ദേവതകളിലൂടെ എന്തിനാണ് ഇവരിങ്ങനെ ഭജിക്കുന്നത്, അല്ലെങ്കിൽ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് എന്തിനായിരിക്കാം എന്നാണെങ്കിൽ, അത് സ്വാർത്ഥ ബുദ്ധിയോടുകൂടിയാണ് ചെയ്യുന്നത്, ദേവതകളോട് ചെയ്യുന്നത്. അപ്പോൾ ഇഹ കർമ്മണാം സിദ്ധിം കാംക്ഷന്തഹ, കർമ്മങ്ങളുടെ ഫലസിദ്ധിയെ കാംക്ഷിക്കുന്നവർ കൊതിക്കുകയാണ്. അവിടെ കാമത്തോട് കൂടിയിട്ടാണ് ദേവത ഉപാസനകൾ, ദേവതകളെ പൂജാതി കർമ്മങ്ങൾ, ക്ഷേത്രാദി കാര്യങ്ങൾ, അതെല്ലാം കർമ്മസിദ്ധിക്ക് അല്ലെങ്കിൽ കർമ്മങ്ങളുടെ ഫലസിദ്ധിക്കായിട്ട് ചെയ്യുന്നവർ ദേവതകളെ ദേവതാഹ യജന്തേ, ഇന്ദ്രാദി ദേവന്മാരെ ഭജിക്കുന്നു. പണ്ട് പുത്ര കാമേഷ്ടി യോഗം, അല്ലോ ധനം, പശു, അങ്ങനെ പ്രോപ്പർട്ടീസ് എല്ലാം, ഐശ്വര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ സ്വർഗലോകം വരെ കാമേഷ്ടി യാഗങ്ങളും യജ്ഞങ്ങളും, ഇതെല്ലാം കാമ്യകർമ്മങ്ങൾ കുറേ ചെയ്തു. അപ്പോൾ ദേവതകളെ പ്രീതിപ്പെടുത്തി അവരതിനനുസരിച്ച് പറഞ്ഞല്ലോ, യജ്ഞങ്ങളിൽ എങ്ങനെ പരസ്പരം ഭാവയന്തഹ, അങ്ങോട്ട് ദേവതകളെ പ്രീതിപ്പെടുത്തുമ്പോൾ ദേവതകളും പ്രീതിപ്പെട്ടുകൊണ്ട് അഭിവൃദ്ധി തിരിച്ച് നൽകുന്നു. വീണ്ടും നമ്മൾ നൽകണം എന്നുള്ള ആ യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആ യജ്ഞത്തിന് അനുസരിച്ച് അവർ കർമ്മങ്ങളുടെ ഫലസിദ്ധിയെ കൊതിക്കുന്നവർക്ക് ഇന്ദ്രിയാദി ദേവതകളെ ഭജിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഹി മാനുഷേ ലോകേ കർമ്മജാഹ സിദ്ധി ക്ഷിപ്രം ഭവതി. ഈ സിദ്ധി ഉണ്ടല്ലോ, ഈ കർമ്മഫലസിദ്ധി, അത് ഈ മനുഷ്യ സമുദായത്തിൽ മനുഷ്യലോകത്ത് പെട്ടെന്ന് തന്നെ കിട്ടും ദേവതകളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ. മറ്റു പ്രാണികൾ മനുഷ്യലോകെ എന്ന് പറയുന്നത്, മനുഷ്യലോകത്ത് മനുഷ്യരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ദേവതകളെ പൂജിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേവതാർത്ഥം നമ്മൾ ഈ ലോകസേവനം ഫലാർത്ഥം ചെയ്യുകയാണെങ്കിൽ, ലോകസേവനവും നമ്മൾ ഫലത്തെ ഇച്ഛിച്ചു കൊണ്ടാണ്, അതെല്ലാം കിട്ടും. പേരാണെങ്കിലും പ്രശസ്തിയാണെങ്കിലും ധനമാണെങ്കിലും പുത്രനാണെങ്കിലും, പുത്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്തുക്കള്, ബന്ധുമിത്രാദികളൊക്കെ, അതിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ ഫലത്തെ ഇച്ഛിക്കുന്നത്? ധനം, സ്വർണം, ധനം, പ്രോപ്പർട്ടികൾ, ഇതെല്ലാം ഐശ്വര്യങ്ങൾ നമുക്ക് വേണമെന്നാണെങ്കിൽ നമ്മൾ അത് എന്തർത്ഥമായിട്ട് ചെയ്താലും അത് ലോകസേവനവും യജ്ഞമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ദാനധർമ്മങ്ങളെല്ലാം, എന്ത് കാര്യങ്ങളായാലും, ദാനധർമാദി കാര്യങ്ങളായാലും മറ്റുള്ള ഈ ലോകസേവനത്തിനായിട്ട് ഏത് കാര്യങ്ങളും നമ്മൾ ഫല ഇച്ഛയോട് ചെയ്തു കഴിഞ്ഞാൽ അത് ദേവതാ പ്രീതിക്കപ്പെട്ട് അത് പെട്ടെന്ന് ഈ മനുഷ്യലോകത്ത് മനുഷ്യർക്ക് അത് സിദ്ധിക്കുന്നു എന്ന് പറയും. അതുകൊണ്ടാണ് എന്നെ നേരിട്ട് ഭജിക്കാതെ ദേവതകളിലൂടെ ഫലസിദ്ധി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ നേരിട്ട് യാചിക്കുന്ന എനിക്ക് വേണ്ടി യാചിക്കും, അല്ലേ? അതാണ് ജ്ഞാനതപസ്. ഭഗവാനെ നീ മതി, എനിക്ക് നിന്നെ തന്നെ മതി, നിന്റെ അറിവ് മതി. അർജുനൻ ചെന്ന പോലെ ഭഗവാനെ നീ തന്നെ എനിക്ക് വേണ്ടത്. അല്ലാണ്ട് ഭഗവാന്റെ കയ്യിലുള്ള ഐശ്വര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അന്ന് യുദ്ധത്തിന് വേണ്ട പടക്കോപ്പുകളും പടയാളികളും ദുര്യോധനും ചോദിച്ച പോലെയല്ല. ഭഗവാനോട് പോകുന്നത് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്, അതാണ് യഥാർത്ഥ ഭക്തി. ഈശ്വരനെ അറിയുക, രാധകൃഷ്ണനെ സ്നേഹിച്ചതുപോലെ. പിന്നെ കൃഷ്ണൻ മുന്നിൽ വന്നാലും അത് കൃഷ്ണനെ നേരിട്ട്, കൃഷ്ണൻ ആ ശരീരം സ്വീകരിച്ചു വരുന്ന, കൃഷ്ണൻ സ്വീകരിച്ച് മുന്നിട്ട് വരുന്നവരും കൃഷ്ണനെ അറിയുന്നില്ല. എല്ലാം കൃഷ്ണമയമായി അവിടെ. അതൊക്കെയാണ് യഥാർത്ഥ ഭക്തിയുടെ നില. അല്ലാണ്ട് ഈ ഫലസിദ്ധിയിലേക്ക് പോകുന്നവർ ദേവതകളെ, ഇന്നത്തെ കൃഷ്ണൻ അല്ലെങ്കിൽ നമ്മൾ ദേവി അങ്ങനെയുള്ളതെല്ലാം ചെയ്തുകൊണ്ട്, സ്തുതിച്ചുകൊണ്ടും നമ്മൾ ഉപാസിച്ചുകൊണ്ടും, അല്ലെങ്കിൽ വല്ല പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും, അല്ലെങ്കിൽ ഈ ലോകസേവനങ്ങൾ ദാനധർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടും, അങ്ങനെയുള്ള അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള സംരക്ഷണം, പ്രകൃതി സംരക്ഷണവും അതെല്ലാം നമ്മുടെ ഫലയിച്ചൂടെ ചെയ്യുമ്പോൾ അതെല്ലാം അത് ഈ മനുഷ്യർക്ക് പെട്ടെന്ന് തന്നെ സിദ്ധിക്കുന്നു. അതുകൊണ്ട് ദേവതകളുടെ പിന്നിൽ പോകുന്നു, ഈശ്വരനോട് നേരിട്ടില്ല.
അല്ലെങ്കിൽ ആത്മതത്വം അറിയണമെന്നില്ല. മുമുക്ഷത്വം മാത്രമല്ല ജനങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ഇതിനെ കർമ്മയോഗപരമായി ചെയ്തു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും കർമ്മയോഗത്തെ മനസ്സിലാക്കി കർമ്മയോഗപരമായി സത്കർമ്മങ്ങൾ ചെയ്തെങ്കിൽ അത് തീർച്ചയായിട്ടും ചിത്തശുദ്ധിക്ക് കാരണമായി, അഹന്ത നാശത്തിൻ്റെ സാധ്യമായി, നിസ്വാർത്ഥമായി അങ്ങനെ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ചിത്തശുദ്ധിയിലൂടെ മോക്ഷത്തെ, ജ്ഞാനപ്രാപ്തി, തത്വജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിലേക്ക്, ബ്രഹ്മജ്ഞാനത്തിലേക്ക് അവൻ ഉയർത്തപ്പെടുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ആവശ്യം, അതിനനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മത്തിന് ഫലം ലഭിക്കുന്നു. അപ്പോൾ അങ്ങേ എന്തുകൊണ്ട് നേരിട്ട് സ്വീകരിക്കുന്നില്ല? കാരണം അവർക്ക് ഫല ഇച്ഛയാണ്. അപ്പോൾ അത് നേരിട്ട് വേഗം കിട്ടണം. അപ്പോൾ ദേവതാദികളെ, ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും അല്ലെങ്കിൽ മറ്റ് ഇന്നത്തെ ദേവതകൾ ആര് തന്നെ, ദേവതാ സങ്കല്പത്തിൽ ദേവി, കൃഷ്ണൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ദേവതകളെ രൂപങ്ങളെടുത്ത് സാകാരമായിരിക്കുന്നത് നമുക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ ഇരിക്കുന്ന ആ ഒരു രൂപത്തിൽ നിൽക്കുന്ന ശിവനോ മറ്റുള്ള ഏത് ദൈവങ്ങളായും, മുരുകൻ, അങ്ങനെയുള്ള ഏത് ദേവതകളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഫലസിദ്ധിക്കായി, അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. അതെങ്ങനെയായാലും അത് ആത്മീയമായിട്ടും ലൗകികമായിട്ടും. ലൗകികം എന്ന് പറയുമ്പോൾ എല്ലാം ആത്മീയം തന്നെയാണ്. ഇവിടെ ആത്മീയം ലൗകികം പറഞ്ഞിട്ട് അങ്ങനെ രണ്ടില്ല ഈ ലോകത്ത്. ആക്ച്വലി നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവന മാർഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു, അതിനെയും ഈശ്വരീയമായി ചെയ്യുമ്പോൾ അതും ദേവതാ സങ്കല്പത്തിൽ അത് ആത്മീയം തന്നെയാണ്. അങ്ങനെ രണ്ടില്ല സാധാരണ ഇതിൽ പറയാൻ. പക്ഷേ അത് അറിയാത്തവർക്കായിട്ടാണ് ഈ ലൗകികത ആത്മീയത എന്ന് രണ്ടായി പറയുന്നത്. ജീവിതം തന്നെ ആത്മീയമാണ്. എല്ലാം ഈശ്വര നിശ്ചയം കൊണ്ടാണ് നടക്കുന്നത്, ഈശ്വരീയമാണ്. എല്ലാ ഈശ്വരനും ഭിന്നമായിട്ട് ഇവിടെ യാതൊന്നുമില്ല. പിന്നെന്തൊന്നും ഈശ്വരീയത വേറെ അങ്ങനെയില്ല. പിന്നെ ശരിയായ ആത്മീയത എന്താണ്, ഇത് സ്വാർത്ഥമായ ആത്മീയത എന്താണ്, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അത്രയേ ഉള്ളൂ. സ്വാർത്ഥതയിൽ നമ്മൾ ചെയ്യുന്നത് സ്വാർത്ഥ ബുദ്ധിയിലൂടെ നമ്മുടെ ഫലത്തിൽ ഇച്ഛ വെച്ചുകൊണ്ട് ഫലസിദ്ധിക്കായിട്ട് ഞാൻ എൻ്റെ എന്നുള്ള ആ സ്വാർത്ഥ ഭാവനയോടുകൂടി ചെയ്യുന്നു. നിസ്വാർത്ഥമായി ചെയ്യുന്ന സേവനങ്ങൾ അതുവരെ ചിത്തശുദ്ധിക്കായി ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇവിടെ അങ്ങനെ ഇപ്പം ഈ മാനുഷ്യ ലോകം എന്താ പറഞ്ഞത്, ഇവിടെ മനുഷ്യർക്ക് എങ്ങനെ ഫലസിദ്ധിക്ക് ദേവതകൾ പറ്റുള്ളൂ. മറ്റു പ്രാണികൾക്കൊക്കെ അവരവരുടെ പ്രാരബ്ധത്തെ, അവർക്ക് വന്നു ചേർന്ന പ്രാരബ്ധത്തിന് അനുസരിച്ച് അവർ ജീവിക്കുന്നു. മനുഷ്യൻ അവൻ്റെ പ്രാരബ്ധത്തെ ഇപ്പം ലോകത്തിൽ അത് മാറ്റാനായി നമുക്ക് അങ്ങനെ ഉപാസനകൾ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ദേവതകളെ പ്രീതിപ്പെടുത്തി നമുക്ക് അതിൻ്റെ ഫലങ്ങളായി ഇവിടെയും പിന്നെ അതിൻ്റെ പുണ്യങ്ങളും പാപങ്ങളും, പുണ്യങ്ങളാണ് ദേവതകളെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഏത് കർമ്മത്തിനും പുണ്യപാപങ്ങളുണ്ട്. ധർമ്മകർമ്മങ്ങൾക്കനുസരിച്ച് പുണ്യപാപങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ അപ്പോൾ അങ്ങനെ പുണ്യപാപങ്ങൾക്കനുസരിച്ച് പുനർജന്മങ്ങൾ, ദോഷങ്ങൾ, അങ്ങനെയുള്ള ദോഷം എന്ന് പറയാൻ കാരണം സംസാരം തന്നെ ദോഷം തന്നെയാണ്. ഇന്നുള്ള മുക്തിയാണ്, കർമ്മബന്ധന വിമുക്തിയാണ് നമുക്ക് പറയുന്ന മുക്തി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയും ചിലർ രണ്ട് രീതിയിലും കാണാം. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ചെറു വീഡിയോയിൽ കാണാം. എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊള്ളുന്നു. കാരണം ഇതിൽ കൊടുക്കുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ, ഞാൻ എപ്പോഴും ഇത് പല ഗ്രൂപ്പുകളിലും ഇട്ടോളണമെന്നില്ല. അതുകൊണ്ട് വേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഇത് നിത്യവും കേൾക്കാം. നിത്യവും കേട്ട് 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ദിവസവും 10-15 മിനിറ്റുള്ള ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭഗവത്ഗീതയെ നമ്മുടെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധ്യമാകും. നമസ്കാരം.